നമസ്കാരം. ഞങ്ങളുടെ പ്ലാവിലെ ആദ്യത്തെ ചക്കയാണ് ഞാനിത് പറിച്ചത്. കണ്ടോ, ചക്ക വെടിച്ച് കീറി. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറിച്ചത്. നന്നായിട്ട് വളഞ്ഞ് നല്ലതായിട്ട് വളയുമ്പോഴാണ് ഇത് വെടിച്ച് കീറുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഒരുക്കി ചക്ക വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ രംഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. ചക്ക നമുക്ക് നന്നാക്കിയെടുക്കാം. അപ്പോൾ ആ രംഗത്തിലേക്ക് നമുക്ക് പോകാം. കയ്യെ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി, അല്ലെ പിന്നെ അരക്കുണ്ടല്ലോ. അപ്പം നമ്മൾ ചക്കയുടെ ഈ ഭാഗം മുറിക്കാണ്, ആ പാല് പോലെ ഇരിക്കുന്നത്. അത് മുറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കരിമുള്ള ചെത്തിക്കളയാം. ഞാൻ ഈ പിച്ചാത്തി വെച്ച് ചെത്തി വേണം. അപ്പോൾ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് ഞങ്ങളുടെ പറമ്പിലെ ഞാൻ പറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കരിമുള്ള കത്തിച്ചെത്തി ഇങ്ങനെ കളയാം. ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോഴേ ഈ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത്. ഇപ്പം രാവിലെ സമയം 8:30 8:30 9 മണിയായി. 8:30 8:45 തോന്നുന്നു. അപ്പം പാട്ട് കേട്ട് രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പാട്ടാണ്. അപ്പം നമ്മുടെ കരിമുളെല്ലാം ചെത്തി ഇവനെ കുട്ടപ്പനാക്കി. കരിമുളെല്ലാം ചെത്തിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ ചക്ക ഇങ്ങനെയായി. കണ്ടോ, കരിമുള ചെത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് അതിനെ ഇങ്ങനെയാക്കാം. ഇനി ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇങ്ങനെയാക്കി ഇത് ഒന്നുകൂടെ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചുള അടത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ചുള അടത്തിയെടുത്ത് നമ്മളിങ്ങനെ അരിയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞാക്കി അരിയുന്ന അതിനൊന്നും മെനക്കെടാൻ പോകണ്ട. ഈ ചക്ക ആവി വരുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. നമുക്ക് കുഴച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ അരിഞ്ഞ് മെനക്കെടാം. ഞാൻ അങ്ങനെ അരിയാറില്ല. ഞാനിങ്ങനെ ചകിണിയെല്ലാം കളഞ്ഞ് കുരുവും കളഞ്ഞ് ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങ് വേവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അരിഞ്ഞ് നമുക്ക് സമയം കളയണ്ട. അതിങ്ങനെ മുഴുവനായിട്ട് അതിൻ്റെ ചകിണിയും അതിൻ്റെ മുകളിലുള്ള ഈ കരിന്തൊലിയുടെ അടിയിലുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ. കരിന്തൊലി മാത്രം നമുക്ക് കളഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ചക്കയുടെ ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെട്ടി മുറിച്ച് പകുതിയാക്കി അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെട്ടിരുമ്പുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് കരിമുളക് കത്തി കളയുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസി അല്ലേ?
അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത് വളരെ ഈസിയായിട്ട് നമുക്കുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നമുക്കിതെല്ലാം ഒന്ന് ഒരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചക്കയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനാണ് ഞാൻ ഇടുന്നത്. അരിഞ്ഞ് തന്നെ സമയം കളയാറില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രീസറിൽ വെക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചക്കച്ചവണി, ഇത് അരിഞ്ഞ് തോരൻ വെക്കാൻ നല്ലതാണ്. ചക്കച്ചവണിയും അതിൻ്റെ കൂഞ്ഞും അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കറിനകത്താണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ അരപ്പിന് സഹായിച്ചുള്ള ഒരു 3 പിടി തേങ്ങ, കൈപ്പിടി തേങ്ങ, ജീരകം, 3-4 പച്ചമുളക്, മഞ്ഞൾ, പിന്നെ ഇച്ചിരി കരിയാപ്പല, ഒരു അല്ലി വെളുത്തുള്ളി അരിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഈ ചക്കയുടെ കുരുവിൻ്റെ മുകളിലുള്ള പാടയാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ല ഒന്നൊന്നര മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മെഴുക്കുവരട്ടിയല്ല, ഉപ്പേരി. അത് ഞാൻ പുറകാലെ കാണിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പോൾ ഇത് നമുക്ക് ഈ കുക്കറിനകത്തോട്ട് നമ്മൾ ഇതിടുകയാണ്. ചക്കച്ചുളയെല്ലാം പറക്കിയിടാം. അരിഞ്ഞ് സമയം കളയണ്ട. ഇത് ഓരോരുത്തരും ഇരുന്ന് അരിഞ്ഞ് എന്ത് സമയമാണ് കളയുന്നത്. ഈ ചക്ക ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് നല്ല ആവിയിൽ അങ്ങ് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ അത് തുടുപ്പ് കൊണ്ട് ഉടച്ചെടുക്കുമ്പം പെട്ടെന്നത് അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ തന്നെ ഇങ്ങനെ വയ്ക്കാം. ഇത് ഞാൻ ഈ അരപ്പതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ശകലം വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി ഒന്നും വെള്ളം ഒഴിക്കരുത്. 1 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ ഒഴിക്കരുത്. ഇതിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നാളെ അടപ്പയിലോട്ട് വയ്ക്കുകയാണ്. ഇത് അടച്ചിട്ട് നമുക്ക് അടപ്പയിലോട്ട് വയ്ക്കാം. അടപ്പയിലോട്ട് വെക്കുകയാണ്. അടപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് 1 വിസിലടിച്ച് അത് വേവിക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി, ചക്ക വെന്ത് കിട്ടും. ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുക. ഓക്കെ, ഗ്യാസ് തുറന്നു. ഇത് നമുക്കിനി 1 വിസിലടിക്കുന്നിടം വരെ ഇത് വേവിച്ചെടുക്കാം. 1 വിസിലടിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 1 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ചക്കയുടെ വിസിൽ പോയി, ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ചക്ക എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരു വിസിലടിക്കുമ്പോൾ ഇതെല്ലാം സോഫ്റ്റ് ആവും. നമ്മളിങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. പൊട്ടറ്റോ സ്മാഷറാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം.
ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് എരിവ് എല്ലാം പാകമാണ്. നമുക്ക് കൂട്ടാനൊന്നുമില്ലാതെയും കഴിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ അതിന് മണ്ടയിൽ കൂടെ ഒഴിച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാമെങ്കിൽ യാതൊരു കൂട്ടാനും വേണ്ട. നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം. ഞാനൊരു ചാളക്കറി കൂട്ടിയാണ് കഴിക്കുന്നത്. നമ്മുടെ ചക്കയെല്ലാം നല്ലതായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചക്ക ഒരു മഹാസംഭവമാണ്. പല രോഗങ്ങളെയും അകറ്റാൻ ചക്കയ്ക്ക് കഴിവുണ്ട്. ക്യാൻസർ രോഗമുള്ള രോഗങ്ങളെ അകറ്റാൻ ഇതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഫ്രീ റാഡിക്കൽ മൂലം ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും എല്ലാം ഒരു ശാശ്വത പരിഹാരമാണ്. പിന്നെ നമുക്ക് ഡയബറ്റീസിനെ കുറയ്ക്കാൻ പതിവായിട്ട് ചക്ക കഴിച്ചാൽ രോഗികൾക്ക് ഷുഗർ കുറയുന്നതായിരിക്കും. ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. റിസർച്ച് സ്റ്റഡിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ ചക്കയെല്ലാം കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ, ബ്ലെസ്സഡ് ഡേ. ബൈ.